ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കൊറിയൻ BL സീരീസാണ്. സീരീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ 4 മെയിൻ ലീഡ്സാണുള്ളത്. ഇതിൽ 3 പേർക്ക് നമ്മുടെ ഒരു പയ്യനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അവർ 3 പേരും ഇവനെ ലവ് ചെയ്യുന്ന രീതി ഭയങ്കര വ്യത്യാസമാണ്. അതായത് ഒരാൾ നേരെ ട്രീറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ ഭയങ്കര ടോക്സിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു, ആ രീതിയിൽ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലൈഫ് ഫുള്ള് അങ്ങ് കോളമായിട്ടിരിക്കുകയാണ്. അതൊക്കെ കാണിക്കുന്ന ഒരു സീരീസാണിത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ സബ്സ്ക്രൈബറായിട്ടുള്ളൊരു ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ വീഡിയോയിൽ വിഷ് ചെയ്യാൻ പറ്റിയില്ല, അതിന് സോറി. അപ്പോൾ മോളെ ഹാപ്പി ബർത്ത്ഡേ. മോളുടെ പേര് ഷാനറ്റ് എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സീരീസിലെ ഹീറോ ആയ ദാവോൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് മുൻപ് തൊട്ടേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാനോ കറങ്ങാൻ പോകാനോ പറ്റിയ അതെനിക്ക് വളരെ ലക്ഷറി ആയ ഒരു കാര്യമാണ്. ഒന്നുമല്ലാതെ എൻ്റെ ലൈഫിലേക്ക് പെട്ടെന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് 3 പേര് കടന്നു വന്നു. അതോടെ അവരെൻ്റെ ലൈഫ് മൊത്തം നശിപ്പിച്ചു. എന്തിന് അവർ എൻ്റെ അടുത്തേക്ക് വന്നു? ഇത് പറഞ്ഞുകൊണ്ട് നേരെ സ്റ്റോറി സ്റ്റാർട്ടാവുകയാണ്. ദാവോനിപ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എന്തോ ഭാഗമായിട്ട് അവൻ മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ ഇപ്പോൾ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പിള്ളേർക്ക് ലെക്ചർ ക്ലാസ് എടുക്കുവാണ്, കമ്പനീനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. ക്ലാസ് കഴിയുമ്പോൾ പലരും കമ്പനിയിൽ ജോയിൻ ചെയ്തതും വർക്കും കാര്യങ്ങളൊക്കെ ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. ആ സമയം ജെയ്മിൻ എന്ന ഈ സീരീസിലെ മറ്റൊരു മെയിൻ ക്യാരക്ടർ വരാണ്. ജെയ്മിനും താൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ സോങ് ഗാങ്ങിനെ പോലെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോങ് ഗാങ് ഒരു കൊറിയൻ ആക്ടറാണ്. ഈ ചോദ്യം കേട്ട് ദാവോന്ന് ചിരിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് തനിക്ക് അറിയത്തില്ലെന്ന് പറയാണ്. അതിനുശേഷം അവർ പുറത്തിറങ്ങിയിരുന്ന് സംസാരിക്കുകയാണ്. ജെയ്മിനും ദാവോനും നല്ല ക്ലോസ് ആണ്. ജെയ്മിൻ ദാവോൻ്റെ ആ ഒരു ലെക്ചർ ക്ലാസ്സിൽ വരുമെന്ന് ദാവോൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദാവോൻ എപ്പോഴാണ് ക്ലാസ്സിലേക്ക് നീ വന്നത്, ഞാൻ പറയുന്നതൊക്കെ കേട്ടത് എന്ന് ചോദിക്കുകയാണ്. ജെയ്മിനപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നു, നീ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ദാവോൻ്റെ അടുത്ത് നിനക്ക് വിശക്കുന്നുണ്ടോ, നമുക്ക് പോയി ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ദാവോനപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഉടനെ വേറൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുകയാണ്. ആ സമയം ദാവോനാണെങ്കിൽ ജെയ്മിനോട് ഇന്ന് വന്നിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തതിനും താൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നതിനും താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ദാവോൻ എന്തോ ആലോചിക്കുന്ന കാണുമ്പോൾ ജെയ്മിൻ എന്താ കാര്യം എന്ന് നോക്കിയാണ്. ദാവോനപ്പോൾ അതല്ല, ഇങ്ങനെ നീ എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നപ്പോൾ എന്തുകൊണ്ടോ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് എനിക്ക് ഓർമ്മ വരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ദാവോനാണെങ്കിൽ അവൻ്റെ സ്കൂൾ ലൈഫും എക്സാംസും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഏത് കോളേജിൽ ജോയിൻ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നൊരു തീരുമാനമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ അവനൊരു ദിവസം ക്ലാസ് ലാസ്റ്റ് ഡേ ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോഴാണ് അവരെന്തോ ഒരു കോളേജ് നോക്കി വന്നതായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ ജെയ്മിൻ നിൽപ്പുണ്ട്. ജെയ്മിനാണെങ്കിൽ സ്കൂളിലും ഭയങ്കര പോപ്പുലറായിരുന്നു, കോളേജിലും ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പയ്യനാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഗേൾസ് വന്നിട്ട് അവൻ്റെ ചുറ്റും നിന്ന് അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ലുക്കുള്ള ചെക്കനുമാണ്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ദാവോൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ അടുത്ത് നിന്ന് പറയാണ്. ആ സമയം ദാവോനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവനത് ജെയ്മിനെ നോക്കുന്നുണ്ട്. ആ സമയം അവർ പറയുന്നുണ്ട് ജെയ്മിനാണെങ്കിൽ അടിപൊളി ചെക്കനാണ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോപ്പാണ്, ക്ലാസ് ടോപ്പാണ് എന്നൊക്കെ. എന്നാൽ ദാവോനെക്കുറിച്ച് പറയുവാണെങ്കിൽ മാർക്ക് തന്നെ ലോ ആയ സിറ്റുവേഷനാണ്. എന്ത് പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ആലോചിച്ച് പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ദാവോൻ്റെ അടുത്ത് ദാവോൻ നീ ഏത് കോളേജ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതറിയത്തില്ല, എൻ്റെ മാർക്കൊക്കെ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജെയ്മിനെ ഒന്ന് നോക്കിയിട്ട് എന്തോ വിഷമിച്ച് നടന്നു പോലെ പോകുന്നുണ്ട്. ആ ഗേൾസിനോടെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന ജെയ്മിൻ എന്നാൽ ദാവോനെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദാവോൻ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ തുടങ്ങിയതും ജെയ്മിനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ പഠിക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് അവർ ഫസ്റ്റ് സംസാരിച്ച് തുടങ്ങിയത്. അങ്ങനെ അതിന് ദാവോൻ എന്ത് റിപ്ലൈ കൊടുത്തതെന്നൊന്നും അറിയത്തില്ല. അവിടെ നിന്ന് നേരെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ രണ്ടുപേരും ഈ ഒരു കാര്യം ആലോചിക്കുകയാണ്. എന്നിട്ട് ജെയ്മിനാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വന്ന് അങ്ങനെയൊക്കെ ചോദിച്ചില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ പക്ഷേ താങ്ക് യു, നീ അങ്ങനെ വന്ന് ചോദിച്ചത് എന്തായാലും നന്നായി എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ജെയ്മിൻ നോക്കുമ്പോൾ ദാവോൻ്റെ കയ്യിൽ വാച്ച് കാണുന്നുണ്ടായിരുന്നില്ല. ജെയ്മിൻ ദാവോനായിട്ട് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ തിട്ടയ്ക്കകത്ത് കാണുമ്പോഴത്തേക്കും നീ എന്താ വാച്ച് ഇടാത്തത്, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല.
ജെയ്മിൻ അപ്പോൾ എന്തോ ചേച്ചി കളങ്ങി പോകുന്നു പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവോൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ കളങ്ങി പോകുന്നു അതിനെന്തെങ്കിലും സംഭവിക്കുന്നു പേടിച്ചിട്ടാണ് അവനത് ഇടാതെ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് അടുത്ത പ്രാവശ്യം നീയാണെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുമ്പം അതിട്ടിട്ട് വരണം. പിന്നെ നാളെ നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് നീ ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നില്ലേ എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യുന്ന എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതെല്ലാം താൻ പിന്നെ പറഞ്ഞു തരാമെന്ന് ദാവോൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തനിക്ക് ജെയ്മിനോട് ഒരു കാര്യം പറയാനുമുണ്ട്. ജെയ്മിൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയ്മിന് പോകാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് ദാവോനാണെങ്കിൽ അവൻ്റെ വീട്ടിലിരുന്നിട്ട് ജെയ്മിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റൊക്കെ നോക്കിയിട്ട് ഒരു ലെറ്റർ എഴുതുവാണ്. അതിൻ്റെ അകത്ത് ഹാപ്പി ബർത്ത്ഡേ ജെയ്മിൻ, ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അത് പിന്നെ എനിക്ക് നിന്നെ എന്നിങ്ങനെ എഴുതുവാണ്. എന്നാൽ പെട്ടെന്ന് അവൻ അവിടെ വെച്ച് നിർത്തിയിട്ട് ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് മീറ്റിൽ അവൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ജെയ്മിനാണെങ്കിൽ ഭയങ്കര പോപ്പുലറാണ്, ടോപ്പ് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവനും ജെയ്മിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയില്ലേ എന്നിങ്ങനെ അവൻ തന്നെ സ്വയം വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഇവൻ വർക്കിന് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. അങ്ങനെ അവൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്ന ടൈമിന് ജെയ്മിൻ മെസ്സേജ് അയച്ചിട്ട് നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ, എനിക്കാണെങ്കിൽ അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ആ സമയം ദാവോനാണെങ്കിൽ ജെയ്മിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അവൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കിയ ശേഷം ജെയ്മിനോട് അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോണും നോക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്യുവാണ്. എന്നാൽ ആ ടൈമിന് അവൻ്റെ നേർക്കൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വണ്ടി കാണുമ്പോൾ അവൻ ഷോക്കായിട്ട് നീങ്ങുന്നില്ല. ആ സമയം മറ്റൊരു പയ്യൻ വന്നിട്ട് അവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ അവൻ രക്ഷപ്പെടുന്നുണ്ട്, രണ്ടുപേരും വന്ന് താഴേക്ക് വീഴുന്നുമുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ നോക്കുന്ന ടൈമിന് ദാവോനാണെങ്കിൽ അന്നത്തെ ദിവസം ജെയ്മിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ ജെയ്മിൻ പറഞ്ഞ പോലെ അവൻ വാങ്ങിച്ചു കൊടുത്ത വാച്ച് ഇവൻ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പയ്യനെ ഇവനെ വലിച്ചതുകൊണ്ട് തന്നെ രണ്ടുപേരും താഴേക്ക് വീഴുകയും ആ വാച്ച് പൊട്ടുകയും ചെയ്യുകയാണ്. അത് കാണുമ്പോഴത്തേക്കും ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേസമയം മറ്റേ പയ്യനാണെങ്കിൽ ഞാനിത് രക്ഷിച്ചു എന്ന് കരുതിയിട്ട് നീ ആണെങ്കിൽ താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ശ്രദ്ധിച്ച് റോഡ് നോക്കി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ആ പയ്യൻ നമ്മുടെ ഈ സീരീസിലെ മറ്റൊരു മെയിൻ റോളാണ് കേട്ടോ. ആളുടെ ഫുൾ നെയിം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഷോർട്ടായിട്ട് ആളെ സിയോങ് എന്നങ്ങ് വിളിക്കാം. അങ്ങനെ സിയോങ് ആണെങ്കിൽ ദാവോനിപ്പോൾ ദേഷ്യം വന്ന് നിൽക്കുകയാണെന്നൊന്നും അറിയാതെ താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, സംഭവമൊക്കെ ഓക്കെയാണ്, ശ്രദ്ധിച്ച് നടന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജെയ്മിൻ അവന് കൊടുത്ത ആ ഒരു വാച്ച് പൊട്ടിപ്പോയതിൻ്റെ ദേഷ്യത്തിൽ ദാവോനാണെങ്കിൽ നീ എന്തുവാണോ ചെയ്തത്, നീ ഒരാൾ കാരണമാണ് ഇപ്പോൾ ഇത് പൊട്ടിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവോനാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുമെന്ന് വിചാരിക്കാത്ത സിയോങ് ആണെങ്കിൽ എന്തിനാ ദേഷ്യപ്പെടുന്നത്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവോൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ സിയോങ് ആണെങ്കിൽ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ വേണമെങ്കിൽ ആ വാച്ച് റിപ്പയർ ചെയ്യാനുള്ള ക്യാഷ് ഞാൻ തരാം, ഇല്ലെങ്കിൽ വേറെ വാച്ച് വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വില തരാൻ നിനക്കറിയാവോ, ഇനി എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ വരരുത്, നിൻ്റെ ഹെൽപ്പ് ഞാൻ ചോദിച്ചില്ലായിരുന്നല്ലോ, ഈ വാച്ച് എനിക്ക് എന്തുമാത്രം വേണ്ടപ്പെട്ടതാണെന്ന് നിനക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദാവോനാണെങ്കിൽ ദേഷ്യത്തിൽ പോകാൻ നിൽക്കുകയാണ്. പോകുന്ന ടൈമിന് സിയോങ്ങിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരുടെ ഇടയിലോട്ട് ഇങ്ങനെ കയറി പോകുന്നത് ഒരു തരത്തിലുള്ള രോഗമാണെന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ നടന്നു പോവുകയാണ്. എന്നിട്ട് സിയോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ പുതിയ കമ്പനിയിലേക്ക് ഫസ്റ്റ് ഡേ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ കമ്പനിയിലോട്ട് കയറി പോകുമ്പോൾ ദാവോൻ പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടുന്നത് ഒരു രോഗമാണെന്ന് പറഞ്ഞ ആ ഒരു ലൈൻ തന്നെ ഇവൻ്റെ മനസ്സിൽ വന്നിട്ട് രോഗവും ഞാൻ ആരാന്ന് അവൻ്റെ വിചാരം, ഇനി കണ്ടു കഴിഞ്ഞാൽ അവനങ്ങനെ ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അതേസമയമാണ് ഇവനെ അവിടെ വെച്ചിട്ട് ഇവരുടെ മാനേജർ കാണുന്നത്. അങ്ങനെ മാനേജർ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ടീമിന് ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യനെ വിളിക്കുവാണ്. അവർ മറ്റാരും ആയിരുന്നില്ല, ദാവോൻ തന്നെ ആയിരുന്നു. ദാവോനും സിയോങ്ങും പെട്ടെന്ന് പരസ്പരം കാണുമ്പോൾ നീയോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ആ സമയം മാനേജർ ദാവോൻ്റെ അടുത്ത് നിനക്ക് അവനെ അറിയാമോ എന്ന് വെച്ചപ്പോൾ ഇല്ല എന്ന് പറയാണ്. മാനേജർ അപ്പോൾ ദാവോൻ്റെ അടുത്ത് പതുക്കെ നീ അവനെ ഒന്ന് നോക്കിക്കോടെ, അവൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിലെ നമ്പർ 1 ആയിരുന്നു, അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് പാടുപെട്ടു എന്ന് പറയുന്നുണ്ട്. ദാവോൻ അപ്പോൾ ഞാൻ അവനെ നോക്കണമെന്ന് വെച്ചപ്പോൾ ആ നീ അവനെ നോക്ക്, നിങ്ങൾ രണ്ടുപേരും അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് അല്ലേ, പിന്നെ നിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ്റെ സീറ്റ് എന്നും പറഞ്ഞിട്ട് മാനേജർ പോകുന്നുണ്ട്. അങ്ങനെ ദാവോൻ്റെ അടുത്തേക്ക് സിയോങ് ഇരിക്കുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യണമെന്നുള്ളത് നേരത്തെ വിധിച്ച കാര്യമാണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ റോഡിൽ വെച്ച് മീറ്റ് ചെയ്യത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദാവോനാണെങ്കിൽ അത് വിധിയൊന്നുമല്ല ബാഡ് ലക്കാണെന്ന് ദാവോൻ പറയാണ്. സിയോങ് അപ്പോൾ വീണ്ടും സംസാരിക്കാൻ വരുമ്പോൾ ദാവോനാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് കയറിയിരുന്ന് ഇടപെടാൻ വരരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോങ്ങും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഇനിയെങ്കിലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഫോണിൽ നോക്കരുതെന്ന്. അങ്ങനെ അവരാണെങ്കിൽ ഇപ്പോഴേ ശത്രുക്കളായ ഒരു രീതിയാണ്.
ധാവോനപ്പോൾ സിയോങ്ങിന് ചെയ്യാനുള്ള കുറേ വർക്ക് എടുത്ത് കൊടുത്തിട്ട് നീ നിൻ്റെ കമ്പനിയിൽ നമ്പർ 1 അല്ലേ, ചെയ്യാൻ അറിയായിരിക്കുമല്ലോ, വല്ലതും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ സിയോങ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് നൈറ്റ് ആവുന്നുണ്ട്. സിയോങ്ങിന് കിട്ടിയ വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ടാണോ അതോ വർക്ക് പാടായത് കൊണ്ടാണോന്ന് അറിയത്തില്ല, ആൾ കിളി പോയി ഇരിക്കുന്നുണ്ട്. ആ സമയമാണ് മാനേജർ അങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും സിയോങ്ങിന് ജോയിൻ ചെയ്തതല്ലേ, നമുക്കെല്ലാവർക്കും ഇന്നൊരു ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവോനാണെങ്കിൽ ചെന്നിട്ട് മാനേജറിനോട് എന്തോ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ധാവോനൊഴിച്ച് അവിടെയുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതാണ്. ആ സമയം സിയോങ് ആണെങ്കിൽ ധാവോൻ ലേറ്റായിട്ട് ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള മറ്റു കൊളീഗ്സ് എല്ലാം സാധാരണ അവൻ ഇതുപോലെയുള്ള ഡിന്നേഴ്സൊന്നും മിസ് ചെയ്യുന്നതല്ല, മുമ്പ് ജോഹി ജോയിൻ ചെയ്ത ടൈമിനായാൽ പോലും അവന് ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടും അത് മാറ്റി വെച്ചിട്ട് അവൻ വന്നതാണ്. പക്ഷേ ഇത്തവണ അവനങ്ങനെ വന്നില്ല, അവനിപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞവർ തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഇനി ഒരു പക്ഷേ അവനിവിടെ കാണാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും കാണോ, അതുകൊണ്ടായിരിക്കും അവൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സിയോങ് മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ കാരണം എങ്ങാനും ആണോ അവൻ സ്കിപ്പ് ചെയ്തതെന്ന്. അതേസമയം ധാവോനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ജെയ്മിൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. താൻ വരാനായിട്ട് ലേറ്റായി എന്ന് മനസ്സിലായി അവനാണെങ്കിൽ ജെയ്മിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സോറി എന്ന് പറയുന്നുണ്ട്. ജെയ്മിനപ്പോൾ ഇല്ല ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ധാവോൻ്റെ മുടിയെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ധാവോൻ്റെ അടുത്ത് നമുക്ക് എവിടെയാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ധാവോൻ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ജെയ്മിനെ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരവിടെ എത്തുമ്പോഴത്തേക്കും ജെയ്മിൻ ചോദിക്കുവാണ് ഇത് നീ തന്നെ റിസർവ് ചെയ്തതാണോ, മുമ്പ് കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിനും ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ എന്ന് പറയാണ്. ആ സമയം ധാവൻ അന്ന് നീ എനിക്ക് ട്രീറ്റ് ചെയ്തു, ഇന്ന് ഞാൻ നിനക്ക് ട്രീറ്റ് ചെയ്യുക, ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തോളാൻ പറയാണ്. ജെയ്മിനപ്പോൾ അത് വേണ്ട, നീ കുറേ കൂടെ സക്സസ്ഫുൾ ആവട്ടെ എന്നിട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവനാണെങ്കിൽ പക്ഷേ ഞാനിപ്പോൾ മുമ്പത്തെ പോലെ ഒരു കുഞ്ഞു കുട്ടിയോ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റോ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ജെയ്മിൻ എൻ്റെ കണ്ണിൽ ഇപ്പോഴും നീ അങ്ങനെയാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ട്യൂഷന് പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നീ ട്യൂഷൻ നിർത്തി വിഷമിച്ചതൊക്കെ എന്നിങ്ങനെ പറയാണ്. ആ സമയം അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. 10 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഇവളുടെ ഫസ്റ്റ് മീറ്റിൽ തന്നെ ജെയ്മിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ജെയ്മിനാണെങ്കിൽ ഇവന് ട്യൂഷൻ എടുക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ധാവോൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ധാവൻ ഒരു ദിവസം ജെയ്മിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവന് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ട്യൂഷൻ വരാൻ ക്യാഷില്ല, അതുകൊണ്ട് ഞാൻ ട്യൂഷൻ നിർത്തുവാണെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് നടന്നു പോവാണ്. അവന് വിഷമമുണ്ട്. ആ സമയം ജെയ്മിൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നിട്ട് ധാവനെ തടഞ്ഞിട്ട് നീ ട്യൂഷൻ ക്യാഷൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്, ഇപ്പോൾ നീ നന്നായിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ട് അവൻ്റെ സ്കാർഫ് എടുത്ത് ധാവൻ ഇട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ചിട്ട് ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ധാവനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി വർഷമായില്ലേ, ഞാനിപ്പോൾ ഒരുപാട് ചേഞ്ചായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയ്മിനാണെങ്കിൽ എനിക്കറിയാം ഞാനത് ചുമ്മാ പറഞ്ഞതാ, പക്ഷേ എന്തോ കുറച്ച് ദിവസമായിട്ട് നീ ഭയങ്കര ടയേർഡായിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവനാണെങ്കിൽ അത് പിന്നെ കമ്പനിയിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പാർട്ടാണോ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് ധാവനാണെങ്കിൽ ആ ഒരു വർക്കിൽ ഞാനാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എബ്രോഡ് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടുമെന്ന് പറയുമ്പോൾ ജെയ്മിനാണെങ്കിൽ ആന്തപ്പോൾ പെട്ടെന്ന് എബ്രോഡ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ധാവനപ്പോൾ അല്ല നീയാണെങ്കിൽ വർക്കിൻ്റെ കാര്യമായിട്ട് എബ്രോഡ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ അങ്ങ് ഫോളോ ചെയ്ത് വരാമെന്ന്. അത് കേൾക്കുമ്പോൾ ജെയ്മിന് കുറച്ച് സന്തോഷമായിട്ട് ഓക്കെ നല്ലൊരു ഐഡിയ ആണെന്ന് പറയുന്നുണ്ട്. അതേസമയം സിയോങ്ങിനെയൊക്കെ കാണിക്കുമ്പോൾ അവരിപ്പോൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം സിയോങ് ആണെങ്കിൽ അവൻ്റെ ഡ്രിങ്ക്സ് കുടിക്കുന്നില്ല, ജസ്റ്റ് എല്ലാവരുടെ ചിയേഴ്സ് പറഞ്ഞിട്ടും അവൻ്റെ ഗ്ലാസ് കുടിക്കാതെ വെച്ചിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെ അടുത്തും ഞാനാണെങ്കിൽ ഓഫീസിൽ വന്നപ്പോൾ ധാവോനങ്ങനെ അധികം സംസാരിക്കുന്നതായിട്ട് കണ്ടില്ല, അവൻ എങ്ങനത്തെ ഒരു പയ്യനാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവിടെ ഇരുന്ന് പെമ്പിളരെല്ലാവരും നല്ല അടിപൊളി ചെക്കനാണ്, നല്ല ലുക്കാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല പേഴ്സണാലിറ്റിയാണുള്ളത്, ചിലർ പറയുന്നുണ്ട് അവർ റിച്ച് ഫാമിലിയിൽ നിന്നാണ് വന്നതെന്ന്, അവനാണെങ്കിൽ ക്ലാസ് ടോപ്പ് എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഓഫീസിലുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയാണ്. എന്നാൽ സിയോങ് ധാവോൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സിയോങ്ങിന് അതെന്താ വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട് അവനോ നല്ലവനോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ധാവോനെയും ജെയ്മിനെയും കാണിക്കുമ്പോൾ ജെയ്മിനാണെങ്കിൽ ധാവോൻ്റെ അടുത്ത് അല്ല നിനക്ക് എൻ്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. ആ സമയം ധാവനാണെങ്കിൽ പറയാനായിട്ട് കുറച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്. അവൻ്റെ ബാഗിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ജെയ്മിൻ്റെ അടുത്ത് പറയാനായിട്ട് ധൈര്യം കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നതിന് കുറച്ച് വൈനെടുത്ത് കുടിച്ചിട്ട് അത് പിന്നെ കുറേ നാളായിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, അത് എനിക്ക് എന്നിങ്ങനെ പറഞ്ഞതും അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. വിളിക്കുന്നത് അവൻ്റെ അച്ഛനാണ്. ധാവനാണെങ്കിൽ ആ കോൾ കട്ട് ചെയ്യുകയാണ്. എന്നാൽ ആ സമയം ധാവോൻ്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ അച്ഛനും അമ്മയും ചേട്ടൻ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അവർ വീണ്ടും പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്
വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ദാവോൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ജെയിമിനറിയാം. ആ സമയം ജെയിമിൻ, നിൻ്റെ പാരൻസ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ, നിൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ദാവനാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ അവർക്ക് പൈസ കൊടുക്കത്തില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിച്ചു, അതുകൊണ്ട് എനിക്കിനി ഒരു പേടിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് ജെയിമിനാണെങ്കിൽ നീ ശരിക്കും വളർന്ന് വലുതായല്ലോ എന്ന് പറയാണ്. ദാവോനപ്പോൾ അവന് പറയാനുണ്ടായിരുന്ന കാര്യം അങ്ങ് പറയാനായിട്ട് തുടങ്ങുവാണ്. ആ സമയം പെട്ടെന്ന് ജെയിമിനാണെങ്കിൽ, ദാവോൻ എനിക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, കേൾക്കുമ്പോൾ നീ ഷോക്കാവരുത്. അത് പിന്നെ സുഹ്യോനാണെങ്കിൽ തിരിച്ച് കൊറിയയിലേക്ക് വരുമെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ദാവനാണെങ്കിൽ വല്ലാണ്ട് ഷോക്കാവുന്നുണ്ട്. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, അതായത് സുഹ്യോനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ജെയിമിൻ ദാവോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താനും സുഹ്യോനും ഡേറ്റിംഗ് ആണെന്ന്. അങ്ങനെ ഇപ്പോൾ അവൻ തിരിച്ചു വരുവാണെന്ന് അറിയുമ്പോഴത്തേക്കും വീണ്ടും ഇവർ ഡേറ്റ് ചെയ്യോ, ഇവർ ഒരുമിച്ചായിരിക്കോ എന്നൊരു ഫീൽ ദാവോന് വരുവാണ്. കാരണം ഇത്രയും നേരം കണ്ടതിൽ നമുക്ക് മനസ്സിലായതാണ് അവന് ജെയിമിന് ഇഷ്ടമാണെന്ന്. പക്ഷേ ഇപ്പോൾ സുഹ്യോൻ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ദാവൻ വല്ലാണ്ട് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം സിയോങ്ങിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ സിയോങ് ആണെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ മുത്തശ്ശി വിളിക്കുവാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് തന്നെ ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോക്ലേറ്റ് മിൽക്ക് വേണോ, ഞാൻ വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ അടവും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ വീഡിയോ കോൾ ആൻസർ ചെയ്തിട്ട് മുത്തശ്ശിയായിട്ട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ എങ്ങനെയുണ്ട് ഓഫീസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, നന്നായിട്ട് പോകുന്നു, പക്ഷേ ഒരു ചെക്കൻ മാത്രമുണ്ട്, ഭയങ്കര റൂഡാണെന്ന് പറയുകയാണ്. മുത്തശ്ശി അപ്പോൾ ആരാ നിൻ്റെ അടുത്ത് റൂഡായിട്ട് പെരുമാറുന്നത്, എൻ്റെ അടുത്ത് പേര് പറ, ഞാൻ ഇപ്പം തന്നെ കടയും മുട്ടി അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനൊന്നും കുഴപ്പമില്ല, ഞാൻ പിന്നെ അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് വരാം, ബായ്, നന്നായിട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാനായിട്ട് കടയിലേക്ക് കയറുകയാണ്. അതേസമയം തന്നെ ആ കടയ്ക്കകത്തുനിന്ന് എന്തോ വാങ്ങിച്ചിട്ട് ജെയിമിനും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാത്തതുകൊണ്ട് തന്നെ രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങ് പോവുകയാണ് കാഷ്വലി. പിന്നീട് കാണിക്കുന്നത് ജെയിമിനാണെങ്കിൽ ആ വാങ്ങിച്ചുകൊണ്ടുവന്ന ഡ്രിങ്ക്സ് ദാവോന് വേണ്ടിയിട്ടായിരുന്നു. ദാവനാണെങ്കിൽ ഒത്തിരി ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് മാറാനായിട്ട് അവന് വേറെ ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ദാവോനിപ്പോൾ പുറത്തൊരു ബെഞ്ചിലായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ജെയിമിൻ വന്നിട്ട് ആ ഒരു ഡ്രിങ്ക്സ് കൊടുക്കുന്ന ടൈമിന് ദാവനാണെങ്കിൽ നീ വീണ്ടും അവനെ ഡേറ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. സുഹ്യോനാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയം ജെയിമിൻ ആരെയും ചോദിക്കുമ്പോൾ അവനേന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ജെയിമിനാണെങ്കിൽ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്ന സമയം, അത് പിന്നെ നീ അവനെ ഡേറ്റ് ചെയ്യല്ലേ, പ്ലീസ് നീ അവനെ ഡേറ്റ് ചെയ്യരുത്, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ ദാവൻ പറയാണ്. ആ സമയം ജെയിമിൻ ഇല്ല ഞാൻ അവനെ ഡേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ദാവനാണെങ്കിൽ ബോധം പോയിട്ട് ജെയിമിൻ്റെ അടുത്തേക്ക് ചാരി ഇങ്ങനെ വീഴുന്നുമുണ്ട്. അതിനുശേഷം പിന്നീട് ജെയിമിനാണെങ്കിൽ തിരിച്ച് ഇവന് വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്, ബെഡിൽ കിടത്തുന്നുണ്ട്. അതിനുശേഷം അവൻ പോകാൻ തുടങ്ങുമ്പോൾ ദാവൻ ജെയിമിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. എന്നാൽ ജെയിമിൻ ഒന്നും പറയുന്നില്ല, ഒന്നുകൂടെ നേരെ ബ്ലാങ്കറ്റൊക്കെ കവർ ചെയ്ത് കൊടുത്തിട്ട് ജെയിമിൻ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത് സിയോങ്ങിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ നൈറ്റ് അവൻ വീട്ടിൽ വന്നിട്ട് ഒന്ന് ചെറുതായിട്ട് പുഷപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയം അവൻ്റെ മൈൻഡിൽ മൊത്തം ദാവോൻ്റെ കാര്യമാണ്. അതായത് ഓഫീസിലുള്ളവരെല്ലാവരും പറഞ്ഞത് അവൻ ഭയങ്കര അടിപൊളിയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര ലുക്കാണ്, അങ്ങനെയെന്നൊക്കെയാണ്. എന്നാൽ അവൻ്റെ അടുത്ത് മാത്രം ദാവൻ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് തന്നെ ഇവൻ ആലോചിക്കുകയാണ്, ഒരു വാച്ച് പൊട്ടിയൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പെരുമാറണോ, ഒരു വാച്ചല്ലേ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്തിട്ട് ഓൺലൈൻ നോക്കുകയാണ്. അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും ദാവോൻ്റെ കൈ കണ്ട സെയിം വാച്ച് കാണുന്നുണ്ട്. എന്നാൽ എടുത്തു നോക്കുമ്പോൾ സംഭവം 85 ലക്ഷം രൂപയുടെ ഐറ്റമാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ എൻ്റെ ദൈവമേ തീർന്നു എന്നുള്ള രീതിയിൽ അങ്ങ് ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ദാവനാണെങ്കിൽ ഓഫീസിലേക്ക് വന്നിട്ട് അവൻ്റെ ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റിലേക്ക് കയറുന്നതാണ്. ആ സമയം അവൻ ലിഫ്റ്റിൽ കയറുന്ന കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്ന് സിയോ അങ്ങ് ഓടി വന്ന് ലിഫ്റ്റിൽ കയറുന്നുണ്ട്. എന്നിട്ട് ദാവോൻ്റെ അടുത്ത് ആ ഒരു വാച്ചിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. ആ സമയം ദാവനാണെങ്കിൽ ആ വാച്ചിൻ്റെ റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റ് 20 ലക്ഷമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് 20 ലക്ഷം അല്ലേ, ഓക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്നാൽ 20 ലക്ഷം പോയിട്ട് 1 ലക്ഷം പോലും എടുക്കാനായിട്ടില്ലാതെയാണ് ഇവൻ ഇവിടെ ഇരിക്കുന്നത്. അതേസമയം തന്നെ ദാവനാണെങ്കിൽ ജെയിമിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ജെയിമിന് അവൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ്, നീ ഓക്കെ ആണെന്ന് ചോദിച്ചിട്ട്. ആ സമയം ദാവനാണെങ്കിൽ ഞാനിപ്പോൾ ഓക്കെയാണ്, ഇന്നലെ രാത്രി ഡ്രിങ്ക് ചെയ്തിട്ട് ഞാൻ മോശമായിട്ടെല്ലാം പെരുമാറിയോ എന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് ജെയിമിന് മെസ്സേജ് ആയി ചോദിക്കുകയാണ്. അതേ ടൈമിന് തന്നെ ദാവോൻ്റെ അടുത്തേക്ക് സിയോങ് ഒന്ന് സംസാരിച്ച് ഒന്ന് ഫ്രണ്ട്സ് ആവാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ദാവോൻ്റെ ശ്രദ്ധ മൊത്തം ഫോണിലായിരുന്നു. അതേസമയമാണ് ദാവോന് സുഹ്യോൻ മെസ്സേജ് അയക്കുന്നത്. അവന് സുഹ്യോൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ തിരിച്ച് കൊറിയയിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ട് അവന് കോൾ ചെയ്യാണ്. എന്നാൽ ദാവനുണ്ടെങ്കിൽ തന്നെ കോൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. സുഹ്യോനപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറുന്ന സമയം മര്യാദയ്ക്ക് കോൾ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം ദാവനാണെങ്കിൽ ഇവന് മെസ്സേജ് അയക്കുന്നുണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം അവൻ്റെ ആ ഒരു സിറ്റുവേഷൻ അറിയാതെ സിയോങ് ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് നീ ഇന്നലെ ആ ഒരു ഡിന്നറിന് വരേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു എഫക്റ്റിൽ ദാവനാണെങ്കിൽ സിയോങ് പറയുന്നതിന് കേൾക്കാൻ നിൽക്കാതെ അവൻ്റെ അടുത്ത് ഒന്ന് തിരിച്ച് റിയാക്ട് ചെയ്തിട്ട് അങ്ങ് നടന്നു പോവാണ്. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ ദാവോന് ഞാൻ പറയുന്നത് മൊത്തം കേട്ടിട്ട് റിപ്ലൈ തരാനുള്ള ഒരു മാനേഴ്സ് പോലും ഇല്ലേന്നിങ്ങനെ അവൻ പറയുന്നുണ്ട്. ദാവോൻ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് തന്നെ സിയോങ്ങും എനിക്ക് പിന്നെ തിരിച്ചൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്നുള്ള രീതിയിൽ അങ്ങ് ഉറപ്പിച്ചങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അന്നോട്ട് ഓഫീസിലാണെങ്കിൽ
ദാവോൻ വർക്ക് ചെയ്യുന്ന ടൈമിന് AC ഓണാക്കി ഇടുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിടും. അതേപോലെ തന്നെ മീറ്റിങ്ങിന് പോകാനായിട്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സിയോങ് അങ്ങോട്ട് ഡോർ അടച്ചു കൊടുക്കും. അങ്ങനെ ദാവോൻ്റെ തല വന്നിടിക്കും. അങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ദാവോൻ ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴത്തേക്കും സിയോങ് അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ ദാവോനാണെങ്കിൽ നീ അത് മനഃപൂർവ്വം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അവനോട് പറയുന്ന ടൈമിന് അതേ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാ, നീ എങ്ങനെയാണോ പെരുമാറുന്നത് ഞാൻ തിരിച്ച് പെരുമാറുന്നു, ഇതെല്ലാം തന്നെ ഓരോ റീസൺസ് കാരണം നടക്കുന്നതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതേസമയം അവിടെയുള്ള മറ്റ് സ്റ്റാഫെല്ലാം അങ്ങോട്ടേക്ക് ദാവോനെ വിളിച്ചിട്ട് ഇത് നോട്ടീസ് ബോർഡിലേക്ക് വന്ന് നോക്കിക്കേ, മറ്റേ എബ്രോഡ് ടീമിൽ വർക്ക് ചെയ്യാനുള്ളവരുടെ പേര് വന്നിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ സിയോങ്ങും പിന്നെ ദാവോനും ചെന്ന് നോക്കുമ്പോൾ അവരുടെ രണ്ടുപേരും പേര് വരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം അവർ രണ്ടുപേരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. രണ്ടുപേരും അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി പോലെയാണ്. അപ്പോൾ പിന്നെ ഒരുമിച്ച് വന്നെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും തീരെ സന്തോഷമില്ല. അതേസമയം മാനേജറും വന്നിട്ട് കൺഗ്രാജുലേഷൻസ്, നിങ്ങളുടെ നന്നായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം, നിങ്ങളുടെ ബെസ്റ്റ് ആണല്ലോ, പിന്നെ ചെയർമാൻ ടീം വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇവർ സെറ്റ് ആവത്തില്ല എന്നറിയാനുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മാനേജറിൻ്റെ അടുത്ത് സിയോങ് പറയാൻ വരുന്നുണ്ട്. എന്നാൽ ദാവോനാണെങ്കിൽ തടങ്ങിയിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ പുറത്ത് ഒരു കഫേയിലേക്ക് ചെന്നിട്ട് സംസാരിക്കുമ്പോൾ ദാവോനാണെങ്കിൽ ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മൾ രണ്ടും സെറ്റ് ആവത്തില്ല എന്നറിയാം, എന്നാലും ഇപ്പോൾ പോയി അത് മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നമാകുന്ന കാര്യമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സഹിച്ചിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോങ് ഓക്കെ, പക്ഷേ എന്തായാലും നമ്മൾ ചേർന്ന് പോകത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇടയിൽ കുറച്ച് റൂൾസ് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ റൂൾസ് പറയാണ്. അതായത് നമ്മൾ ഡെയിലി ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം, അതേപോലെ എല്ലാ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്യണം, പിന്നെ ചെറിയതായിട്ട് പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ഒത്തുപോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ റൂൾസ് കേൾക്കുമ്പോൾ ദാവോനാണെങ്കിൽ എൻ്റെ കഷ്ടമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് സിയോങ്ങിൻ്റെ അടുത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും പോകുന്നില്ല, പേഴ്സണൽ കാര്യം പറയാനും പോകുന്നില്ല, കോംപ്ലിമെൻറ്റ് ചെയ്യാനും പോകുന്നില്ല, ഒന്നും ചെയ്യത്തില്ല, എനിക്കിതൊന്നും പറ്റത്തേ ഇല്ല എന്ന് പറയുന്നുണ്ട്. സിയോങ് അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ മാനേജറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുവാണ്. പക്ഷേ ആ സമയം ദാവോന് ഈ വർക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഓക്കെ ഞാൻ സമ്മതിച്ചു എല്ലാം എനിക്ക് ഓക്കെ ആണെന്ന് പറയാണ്. ദാവോൻ അത് സമ്മതിച്ചതും ഹാപ്പി ആയിട്ട് സിയോങ് ആണെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ എന്ന് നോക്കിയാണ്. ആ സമയം ദാവോൻ അതേന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ സിയോങ് ആണെങ്കിൽ നിൻ്റെ വാച്ച് പൊട്ടിച്ചതിന് സോറി, മനഃപൂർവ്വം ചെയ്തതല്ല, പിന്നെ അതിൻ്റെ പൈസ ഞാൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതിയോ, ഇത്രയും വില കൂടിയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ദാവോനാണെങ്കിൽ പൈസ വേണ്ടെന്ന് പറയുന്നുണ്ട്. സിയോങ് അപ്പോൾ അല്ല അങ്ങനെയല്ല ഞാൻ പൈസ തരാമെന്ന് പറയുമ്പോഴത്തേക്കും ദാവോൻ ഇല്ല വേണ്ട, ഞാൻ അത് ഓൾറെഡി റിപ്പയർ ചെയ്യാനായിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ നമുക്കിങ്ങനെ ഒരുമിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഷേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ദാവോൻ നോക്കിയപ്പോൾ സിയോങ്ങിൻ്റെ ടൈ നേരെയല്ല കിടന്നത്. അങ്ങനെ അത് പറയുമ്പോഴത്തേക്കും സിയോങ് ടൈ നേരെ ഇടുന്നുണ്ട്, എന്നാൽ വീണ്ടും ശരിയാവുന്നില്ല. അങ്ങനെ ദാവോൻ അവനത് നേരെയാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ സമയം അവർ നല്ല ക്ലോസ് ആയിട്ടായിരുന്നു നിൽക്കുന്നത്. സിയോങ്ങിന് എന്തൊക്കെയോ ഫീലായിട്ട് അവന് ദാവോനെ നേരെ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവന് എന്തോ ബ്ലഷൊക്കെ ആയിട്ട് ഭയങ്കര ചൂടാണല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് എന്തോ പോകുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ദാവോനാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ജെയ്മിൻ ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിട്ട്, നിൻ്റെ മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, നീ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ലേറ്റാവും, നിൻ്റെ വർക്ക് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലെന്നൊക്കെ ചോദിക്കുകയാണ്. അതേസമയം നോക്കിയപ്പോഴാണ് അവിടെ പുറത്തുള്ള, അതായത് ആ കഫേയുടെ ഗ്ലാസിൻ്റെ അതുവഴി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള പാർക്കിങ്ങിലേക്ക് ജെയ്മിൻ്റെ കാർ വന്ന് നിർത്തുവാണ്. ജെയ്മിൻ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ജെയ്മിനെ കാണുമ്പോഴത്തേക്കും ദാവോൻ ഉടനെ അവനെ ഫോൺ കോൾ ചെയ്യാണ്. എന്നാൽ ആ സമയം ജെയ്മിൻ്റെ കൂടെ കാറിൽ നിന്ന് സുഹ്യോനും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് കാണുമ്പോഴത്തേക്കും ഇവന് സങ്കടമായിട്ട് ഇവൻ തന്നെ വിചാരിക്കുകയാണ്, അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്, ഞാനാണ് വെറുതെ എനിക്ക് അവനെ കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചത്, ഒരേ ലെവലിലുള്ളവരല്ലേ സ്നേഹിക്കേണ്ടതെന്നിങ്ങനെ പറയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.